ഹലോ, ഷനാ പുത്തൻകോട്ട് ഹിയർ. UGC നെറ്റിന്റെ ജൂൺ സൈക്കിൾ എക്സാം എഴുതിയവർ ഇപ്പം റെസ്പോൺസ് ഷീറ്റൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് അടുത്ത ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണിത്. നമ്മൾ സിലബസിനെ കൃത്യമായിട്ട് അറിയുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ എക്സാമിൽ കുറേ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു അറിവാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഓരോ എക്സാമിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എല്ലാ തവണയും UGC കൊണ്ടുവരുന്നതാണ്. അതായത് പ്രീവിയസ് ഇയർ പാറ്റേണിൽ ഒരു ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മൾ അടുത്തൊരു പാറ്റേണിൽ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത എക്സാമിൽ ഒത്തിരി ചേഞ്ചുകൾ ഉണ്ടാവാറുണ്ട്. അത് വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ല. ചില ടോപ്പിക്കുകളിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പീപ്പിൾ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ടോപ്പിക്കിലൊക്കെ ചിലപ്പം ഒരു ചേഞ്ച് ഒക്കെ കാണാറുണ്ട്. അതിന്റെ അർത്ഥം പരീക്ഷ മുഴുവനായിട്ട് മാറി എന്നുള്ളതല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയുടെ പാറ്റേൺ മൊത്തമായിട്ട് മാറിയിട്ടില്ല. ചില ടോപ്പിക്കുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം ആ ടോപ്പിക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ പാറ്റേൺ മാത്രമേ മാറിയിട്ടുള്ളൂ എന്നുള്ളതാണ്. മറ്റ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മനസ്സ് വിഷമിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല. മുന്നോട്ട് തന്നെ പോവുക. അടുത്ത ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇപ്പൊ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക. കാരണം നമുക്കൊരു 6 months ടൈം വേണം ഇത് പഠിച്ചെടുക്കാൻ. കാരണം ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്കൊരു 4-5 മാസം നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പൊ നെറ്റ് എക്സാം എഴുതി ഇനി റിസൾട്ട് വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കരുത്. നെറ്റ് എക്സാം എഴുതി നിങ്ങൾ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാനലിൽ എല്ലാ ടോപ്പിക്കിന്റെയും എല്ലാ മൊഡ്യൂളിന്റെയും കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ PYQ സെഷൻസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ PYQ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.